ഹലോ, ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ചായ ഒക്കെ ഉണ്ടാക്കി ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ണിയപ്പാണ് ഉണ്ടാക്കണത്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കൂട്ടി ചായ കുടിച്ചു. ചായ ഒക്കെ കൂടി കഴിഞ്ഞ് മോളേനായിട്ട് കളിച്ചിരിക്കുമ്പോഴാണ് ഇന്നലെ മേടിച്ച കുറച്ച് സാധനങ്ങൾ ഡപ്പയിലാക്കി വെച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പൊ വേഗം മോളേനെ അവളെ കകാരെ തേൽപ്പിച്ച് ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് ഡപ്പയിലാക്കി വെച്ചു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. കുറച്ച് കൂവപ്പൊടി ഇരിക്കുന്നുണ്ട്, അതൊന്ന് കുറുക്കിയെടുത്താലോ. അതിന് പിന്നെ അധികം പണിയൊന്നും ഇല്ലല്ലോ. ആദ്യം കൂവപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടകളില്ലാതെ അതൊന്ന് കലക്കിയെടുക്കും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി കൂടി ഒഴിച്ച് സ്റ്റൗവിന്റെ മുകളിൽ വെച്ച് കുറുക്കിയെടുക്കാം. ഇതിന് നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അത് ഏകദേശം പകുതി കുറുകി വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ, കുറച്ച് നല്ല ജീരകം കൂടി ഇട്ട് ഒന്നും കൂടി നല്ലപോലെ കുറുക്കിയെടുക്കാം. അങ്ങനെ കുറുക്കിയെടുത്ത് ഏകദേശം ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. ഇതിന് നമുക്ക് കൂവ കുറുക്കിയതെന്നോ കൂവപ്പായസെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.